എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വീട്ടമ്മമാർക്ക് ആശ്വാസകരമായിട്ട് മാറുന്ന 2026 ഫെബ്രുവരി മുതൽ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രധാനമായിട്ടും ഏപ്രിൽ മാസത്തെ ധനസഹായം വ്യാഴാഴ്ച പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായിട്ട് തന്നെ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിത്തുടങ്ങുമെന്നാണ് ഏറ്റവും പുതുതായിട്ടുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പുറത്തു വന്നിരിക്കുന്നത്. അർഹരായിട്ടുള്ള ഓരോ വീട്ടമ്മയ്ക്കും പ്രതിമാസം 1000 രൂപ വീതമാണ് ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്നത്. ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന സ്ത്രീകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു ജനപ്രിയ പദ്ധതിക്ക് ആരംഭിച്ചിരിക്കുന്നത്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് മരുന്നിനും മറ്റ് വ്യക്തിഗത ആവശ്യങ്ങൾക്കുമായിട്ട് മറ്റാരെയും ആശ്രയിക്കാതെ ഈ ഒരു തുക വിനിയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ഈ ഒരു ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നത്. 60 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഈ ഒരു 1000 രൂപ കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നതാണ്. അതിനുശേഷം ഇവർക്ക് നിലവിലെ മാസം 2000 രൂപ വീതം ലഭിക്കുന്ന വാർദ്ധക്യകാല പെൻഷൻ പദ്ധതിയിലേക്ക് മാറുവാനുള്ള അവസരവും ഉണ്ടായിരിക്കുന്നതാണ്. പദ്ധതിക്കായിട്ട് അപേക്ഷ സമർപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകൾ 18 ലക്ഷത്തോളം പേരുടെ വെരിഫിക്കേഷൻ നടപടികൾ ഇപ്പോൾ പൂർത്തിയായതിനാൽ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുന്നതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഈ ഒരു പരിശോധനകൾ നടക്കുന്നത്. അപേക്ഷകരുടെ വരുമാനം, റേഷൻ കാർഡ് വിവരങ്ങൾ, മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും അന്തിമ പട്ടിക തയ്യാറാക്കുന്നത്. പരിശോധനയ്ക്കിടയിൽ ഏകദേശം 81,000-ഓളം അപേക്ഷകൾ നിലവിൽ നിരസിക്കപ്പെടുകയോ തിരുത്തലുകൾക്കായിട്ട് മടക്കുകയോ ചെയ്തിട്ടുണ്ട്. അപേക്ഷയിൽ നൽകിയിരിക്കുന്ന പേരും ആധാറിലെ പേരും തമ്മിലുള്ള വ്യത്യാസം, തെറ്റായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ നൽകുക, ആവശ്യമായിട്ടുള്ള രേഖകളുടെ അഭാവം, വ്യക്തതയില്ലാത്ത പകർപ്പുകൾ സമർപ്പിക്കുക എന്നിവയാണ് പ്രധാനമായിട്ടും അപേക്ഷകൾ മുടങ്ങുവാനുള്ള കാരണമാകുന്നത്. നിങ്ങളുടെ അപേക്ഷ അംഗീകരിച്ചോ അതോ മുടക്കിയോ എന്ന് ഗുണഭോക്താക്കൾക്ക് സ്വയം പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. ഇതിനായിട്ട് സംസ്ഥാന സർക്കാരിന്റെ സേവന എന്ന ഔദ്യോഗിക പെൻഷൻ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. വെബ്സൈറ്റിലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആധാർ നമ്പരോ അല്ലെങ്കിൽ അപേക്ഷിക്കുമ്പോൾ ലഭിച്ച പെൻഷൻ ഐഡിയോ നൽകിയാൽ നിലവിലെ സ്റ്റേറ്റസ് നമുക്ക് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. അപേക്ഷകൾ മടക്കിയവർ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല. സ്റ്റേറ്റസ് പരിശോധിക്കുമ്പോൾ എന്താണോ എറർ എന്ന് കാണിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ സമർപ്പിക്കേണ്ടതാണ്. ഈ തെറ്റുകൾ തിരുത്തി ബന്ധപ്പെടുത്തിയുള്ള ഓഫീസിലോ ഓൺലൈനായിട്ടോ എത്രയും വേഗം തന്നെ റീസബ്മിറ്റ് ചെയ്യാവുന്നതാണ്. എന്നാൽ അപേക്ഷകൾ നിരസിക്കപ്പെട്ടവർക്ക് വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുന്നതല്ല. ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുവാൻ അർഹത ഇല്ലാത്തവരുടെ അപേക്ഷകളാണ് നിരസിക്കപ്പെടുന്നത്. അപേക്ഷകൾ കൃത്യമായിട്ട് സമർപ്പിച്ചാൽ മാത്രമേ വരാനിരിക്കുന്ന ഗഡുക്കൾ തടസ്സമില്ലാതെ അക്കൗണ്ടിലേക്ക് ലഭിക്കുകയുള്ളൂ. നിലവിലെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുവെങ്കിലും ഈ പദ്ധതി പ്രകാരം ധനസഹായം നൽകുന്നതിന് തടസ്സം ഉണ്ടാകില്ല എന്നും അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ്. പുതിയ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിനോ പുതിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിനോ ആണ് നിയന്ത്രണമുള്ളത്. നിലവിൽ പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് തുക നൽകുന്നതിന് ചട്ടലംഘനം ഉണ്ടായിരിക്കുന്നതല്ല. എന്നതിനാൽ തന്നെ ഏപ്രിൽ മാസത്തെ ഗഡു കൃത്യസമയത്ത് തന്നെ ലഭിക്കുന്നതാണ്. ഏപ്രിൽ 9 തിരഞ്ഞെടുപ്പ് ആയതിനാൽ അതിന് മുൻപായിട്ട് തന്നെ തുക എത്തുവാനുള്ള സാധ്യതയാണുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് മുതൽ തന്നെ ഈ ഒരു പെൻഷൻ തുക ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഏപ്രിൽ മാസത്തെ വിഹിതം അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർ അക്കാര്യം കൃത്യമായിട്ട് തന്നെ കമന്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഈ വിവരം ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.